പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനം. കൃപാസനത്തിൽ നിന്ന് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ നിന്നാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത്. ദുരന്തമുണ്ടാകാൻ പോണത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞത്. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ 10,000 പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ഈ ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇപ്പോൾ നിയോഗം പറയുക. ഇന്നത്തെ നിയോഗം, അതായത് ജനുവരി 18 ശനിയാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം. ഓരോ ദിവസവും ഇങ്ങനൊരു പ്രാർത്ഥന കിട്ടണത്, പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ ഈ കാലം ഒരു കെട്ടകാലമാണെന്ന് വേണേൽ പറയാം. കാരണം ദൈവത്തിന് മറന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും പാപികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം ലോകത്ത് കൂടിയാണ് വരുന്നത്. വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്നൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവരെല്ലാ അച്ഛനും ഓർത്ത് കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ടേ. നിങ്ങളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം നിങ്ങൾ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഇത് പ്രോഗ്രാം കാണാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ കൊണ്ടുപോയി അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട്. അതിലൊരു അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റേണ്ടില്ല എന്ന് വേദനിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി, ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം. കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിൻ്റെ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം. വചനത്താൽ നിറക്കണം, പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം. ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആശീർവദിക്കുന്നു. തിരുക്കൃപത്തെ മാധ്യസ്ഥ വിശ്വസ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിൽ നിങ്ങൾക്ക് കർത്താവ് തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ രാത്രികളിൽ ദീപസ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട്, ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്, സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്. ഒരു വീട്, ഒരു വിവാഹം, അതുപോലെ തന്നെ ഒരു കുഞ്ഞ്, അതുപോലെ ഒരു സമാധാനമായ ജീവിതം, ഒരു ജീവിത പങ്കാളി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവ് കണ്ണുനീരോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഹരിമായ തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റ് ഹോണറിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു നാമത്തിൽ ബഹുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ അവനെ എല്ലാം നീ ആശീർവദിക്കണം. അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം. മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുഭവങ്ങളാൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണം. കർത്താവ് എല്ലാ ജനതകളെയും അതിശയിപ്പിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഏത് കുരിശിൻ്റെ ചുവട്ടിൽ പോലും നിന്ന അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധിയുടെ മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാം അമ്മ നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൾത്താര നടന്ന 10,000 ആരാധശക്തിയാൽ എൻ്റെ ദൈവപൈതലെ ഇന്ന് ജനുവരി 18-ാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അമ്മമാതാവിൻ്റെ ദിവസം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ. Lord, infuse your spirit of power and grace. Thank you, Jesus. Okay, let us come to the point. നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും. കുന്തളിപ്പ് മോശം വാക്കൊന്നുമല്ല, അത്ര മോശം വാക്കല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത്. എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹം ഉണ്ട്. വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടത്
കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ 3:22 വായിച്ച് 22-23. കർത്താവിന്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം ഇതെന്താണ് ഒരു പ്രശ്നം എന്നറിയാമോ? അതായത് കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്. അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ്. നമുക്കൊരു മടുപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം, ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും, അല്ലേ? നമ്മൾ ചോറുണ്ടായാലും മടുക്കും, ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും, അല്ല, എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും, ഊരിയിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും. അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കും. മടുക്കാത്ത ഒന്ന് എന്താണ്? അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും. അത് കൂടിപ്പോയാൽ അത് മടുക്കും. പക്ഷെ കൃപയുടെ കൃപ മടുക്കത്തില്ല. അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും, പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരു അടയാളം വേണ്ടി, അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം. ഞാൻ ആൾക്കാരോട് പറയുവേ, നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ട് നടക്കണ ആ ഉടമ്പടിയാണ് വിഷയം, അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അതാണ് വിഷയം. അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം 10 ഇരട്ടി വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ്. ഒന്നിനും കൂസത്തില്ല, ഒന്നും മടുക്കത്തില്ല. എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്നുള്ള എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്നറിയാമോ? എന്ത് വന്നാൽ എന്ത്, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയും. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് ഉള്ളിൽ നിന്ന്, ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ദൈവം നോക്കണുണ്ട്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് നമ്മൾ അങ്ങനെ 200% കലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ അത്രയും സ്നേഹമുണ്ട്, ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ നോക്കാതെ ഇവിടെ പോകാനാണ് ആ ഉറപ്പവർക്കുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, അവനും സംഭവിച്ചിട്ടില്ല, ഞാൻ അവന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. അവനൊന്നും സംഭവിക്കത്തില്ല, വണ്ടി ഇടിച്ചിട്ടാണ് ഈ കേസ്. അത് കേൾക്കുക, ആ വാർത്തയ്ക്ക് പറയണേ അവന് എൻ്റെ ആങ്ങളല്ലേ, അവനും സംഭവിക്കത്തില്ല, അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി, ശക്തി, മനസ്സ്, ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത്ത് കരുത്താൽ ആശീർവദിക്കപ്പെടട്ടെ. ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. ലോർഡ് ഇൻക്രീസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. സ്തോത്രം. എൻ്റെ പേര് ധന്യ മേരി വർഗീസ്. എൻ്റെ സ്ഥലം കൂത്താട്ടുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇടയാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സ്ഥലത്താണ്. എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്രം പട്ടം മുട്ടട. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത്, ഞാൻ ദൈവവിശ്വാസം ഉള്ള ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളികളിൽ പോവുകയും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസം ഇല്ലാതെ നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ല എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാതിരുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരാഗ്രഹം, എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ, അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി ഒരു 2 വർഷമായിട്ടും
കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല. വന്നാൽ ആങ്ങളേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടക്കുന്നില്ല. അവന് നല്ല ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു ഇഷ്യൂ, ഞങ്ങളുടെ ഒരു ബിസിനസ് തകർച്ച ഭാഗമായിട്ട് ഉണ്ടായ കേസ്. ആ കേസും ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളിലൊക്കെ വന്ന നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാരണം പല ആലോചനകളും മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ മാനസികമായിട്ട് ഈ ഒരു കാര്യം വളരെയധികം തളർത്തി. കാരണം എൻ്റെ ഫാമിലി, എന്നെ കെട്ടിച്ചുവിട്ടൊരു ഫാമിലിയിലുണ്ടായ ഇഷ്യൂ കാരണം എൻ്റെ സ്വന്തം സഹോദരനൊരു കല്യാണം, ഒരു നല്ല ആലോചന പോലും വരാതിരിക്കുന്നത് എനിക്ക് മാനസികമായിട്ട് വളരെ എന്നെ തളർത്തിയൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അവന് നല്ലൊരു ആലോചന ദൈവം കൊടുക്കും. പക്ഷേ എങ്കിലും എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആത്മബലം കുറയുക എന്ന് പറയില്ലേ, അങ്ങനൊരു സാഹചര്യത്തിൽ മനസ്സ് തളർന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വരുന്നത്. കാരണം നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാത്രമല്ല നമ്മളെ ചുറ്റും നിൽക്കുന്ന നമ്മളെ വേണ്ടപ്പെട്ടവരും കൂടെ ദുഃഖം അനുഭവിക്കുക. പ്രത്യേകിച്ച് എൻ്റെ പേരൻസ്, എൻ്റെ പപ്പ മമ്മിയെല്ലാം മാനസികമായിട്ട് ഇത് കാരണം തളരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു കാര്യം എന്നെ മാനസികമായിട്ട് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്നോട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആര് വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലർ വഴി കേട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ്. ഞാനിവിടെ ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ചാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ, ഇവിടെയുള്ള പലരും എന്നെ കണ്ടിട്ടുണ്ടാവും, സീരിയൽ വഴി കണ്ടിട്ടുണ്ടാവും, പലരും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ആ സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം, വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പം എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കിയില്ല, വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കിയില്ല. വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റാണ്, 2 o'clock വരെ പോകുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന ഒരു 3 മാസം ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്കുണ്ടായിരുന്ന മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നടക്കും, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കുന്ന സമയവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നും കൂടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പം ഞാനൊരു സമയം വെച്ചു, സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം, 2018 സെപ്റ്റംബർ അകത്ത് ഈ കല്യാണം നടക്കണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ 2018 സെപ്റ്റംബർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വർഷമായിരുന്നു എന്ന്. കാരണം കോവിഡ് വന്ന് ഈ 2018 വർഷത്തിലാണ് എല്ലാവരും ലോക്ക്ഡൗണിലായി, വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു വിവാഹാലോചനകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല, കല്യാണങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഈ സമയത്താണ് ഞാൻ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഉടമ്പടി എടുത്ത്. 2018 സെപ്റ്റംബറിനകത്ത് ഇവിടെ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടത്തി തരണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഈ ആഗ്രഹം വെച്ച്, ഞാൻ പറഞ്ഞ വർഷം തെറ്റി വന്നു, അപ്പം ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് വേറൊരു പ്രശ്നം കൂടെ നേരിട്ട്. എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി വന്നു, ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ലക്ഷോയിൽ വെച്ച ഓപ്പറേഷൻ, ഞാനപ്പം എൻ്റെ ഇവിടെ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കാം ഞാൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ കാർ ഓടിച്ച് ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടി കരയായിരുന്നു. ഇവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തണേ, വലിയ പ്രശ്നങ്ങളില്ലാതെ റിസൾട്ട് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കണേന്ന്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞെല്ലാം ഭംഗിയായിട്ട് നടന്ന്, ഭംഗിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്ന്, ഇതെല്ലാം കോവിഡ് സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് സാധിച്ച കാര്യങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ അമ്മയുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റി. അമ്മയുടെ ഒപ്പം, കാരണം അപ്പം ഷൂട്ടിങ്ങില്ല, ഒന്നുമില്ല, 3 മാസം ഞാൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ കൂടെ അമ്മേനെ കുറേ ശുശ്രൂഷിക്കാനും പറ്റി ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇന്ന് മാറ്റി, ഒരു ടൈം ടേബിൾ മാറ്റിയിട്ട പോലെയാണ് എനിക്ക് തോന്നി. കോവിഡ് വന്ന് എല്ലാവരും വിഷമിച്ച സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് ഞാൻ ഈ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത്. അപ്പോൾ കല്യാണ ആലോചനകൾ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഈ ഓപ്പറേഷന് കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ ഒരു ആലോചന എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ആലോചന വരികയാണ്.
തൊട്ടടുത്ത് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. പക്ഷെ നമ്മൾ അത്രയും നാളും ആലോചനകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ബ്രദറിനും ഇഷ്ടപ്പെട്ടു. അത് ആ സെപ്റ്റംബറിനകത്ത് തന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുകയാണ്. കല്യാണം നവംബറിൽ നടത്തുകയാണ്. സോ ഞാൻ ആ വെച്ച് പ്രാർത്ഥിച്ച സമയത്തിനകത്ത് തന്നെ ഞാനിവിടെ വന്നെടുത്ത ഉടമ്പടി ഞാൻ എന്താഗ്രഹിച്ചു വന്നോ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇതാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളല്ല ആഗ്രഹിച്ചത്, എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് എൻ്റെ ആങ്ങളുടെ ലൈഫായിരുന്നു വലുത്. കാരണം ആവരുത് അവൻ്റെ ഒരു ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഓടി വന്നത്. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ എന്ത് വെച്ചാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എനിക്കിവിടെ ആ സമയത്തിനകത്ത് തന്നെ, ഞാൻ വെച്ച സമയത്തിനകത്ത് എനിക്ക് സാധിച്ചു കിട്ടി. അപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതമായിട്ടും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സാക്ഷ്യം ഇത് പലരോടും ആ സമയത്ത് പറയണമെന്നുണ്ട്. അപ്പം കോവിഡും കാര്യങ്ങളും ഇവിടെ യാത്രകൾ കുറവാണ്. നമ്മുടെ ലൈഫിലെല്ലാം അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞൊരു വർഷം എനിക്ക് 2019 എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. 2019 2018 എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇങ്ങനെ കോവിഡ് തുടങ്ങുന്ന സമയമാണ്. അപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക, നിശ്ചലമായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നത്. അതും ഭംഗിയായിട്ട് നടത്താൻ പറ്റി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കല്യാണം ഭംഗിയായിട്ട് നടന്നു. പ്രതീക്ഷിക്കാത്ത എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നു. അവർ ഭംഗിയായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ്. ഹസ്ബൻഡും വൈഫും എൻ്റെ ആങ്ങളെയും സിസ്റ്ററിൻ്റെയും അവിടെ താമസിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം ഞാൻ ഇത്രയും വൈകിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെ ഒരു നമ്മൾ പറയില്ലേ, ഒരു ചമ്മൽ, നമ്മളൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വന്ന് നിന്ന് നമ്മളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്ത് പറയാനുള്ളൊരു ചളുപ്പുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ മടിക്കുമായിരുന്നു. പിന്നെ ആവട്ടെ മനസ്സിലിങ്ങനെ പറയണമെന്നുണ്ട്, പിന്നെ ആവട്ടെ. അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ 1-2 പേരോട് പറഞ്ഞ പോലെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയാനൊരു മടി. കാരണം എപ്പോഴും എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം. അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മേക്കപ്പൊക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത്. ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു. ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കണം. ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി അനു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ? പറ്റില്ല അച്ഛൻ, ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ്. അച്ഛൻ പറഞ്ഞ സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ഇവിടെ വന്നു. എനിക്കിന്ന് പറയാനൊരു അവസരവും കൂടെ തന്നു. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേക്കപ്പോടും കൂടിയിട്ട് എന്നെ ഇത്രയും പേരെ മുമ്പിൽ കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ പറയാൻ എന്തിന് ഭയന്നാണ് ഞാൻ മാറി നടന്നത്. അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി. ഇവിടെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ പല കാര്യങ്ങളും എനിക്ക് ലീസ്റ്റ് ബോധേഡായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം. പക്ഷെ അതിൽ പോലും എനിക്ക് ദൈവം തൊടുന്നതായിട്ട് തോന്നി. എപ്പോഴും എനിക്ക് കോവിഡിൻ്റെ ഒരു 2 വർഷങ്ങൾ, നമ്മൾ 2019, 20 കാലഘട്ടം, 21, 20 ഇപ്പോൾ പോലും ഒരു കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മാറി വരുന്നേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് എല്ലാവരും തളർന്ന ഒരു സമയമാണ്. ആ സമയത്ത് പോലും എനിക്ക് വർക്കുകൾ തരാൻ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ദൈവം എന്നെ വിളിച്ച് എനിക്ക് ഓരോ വർക്ക് ഒന്ന് കഴിയുമ്പോൾ ഞാൻ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ പോയി. ഞാൻ പറയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ എപ്പോഴും ദൈവം തൊട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ
വന്ന ഏറ്റവും വലിയ മാറ്റം എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൊണ്ട് നടക്കാതിരുന്ന കാര്യം അത് നടത്തി തന്നു. അതിനപ്പുറം എൻ്റെ അമ്മയുടെ ആരോഗ്യം, അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിനും എല്ലാത്തിനും ഒരു എന്താ പറയുക, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും എല്ലാം ഇടയാക്കി. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലായി. രാവിലെയും വൈകിട്ടും നിന്നുള്ള പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക. ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞവർ പറഞ്ഞ പോലെ ബൈബിളും മുടക്കാതെ വായിക്കുക. ഞാൻ ഒരു 9 വചനങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ആ വചനം എവിടെയെങ്കിലും പോയാൽ, എനിക്ക് ബൈബിൾ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്ക് 9 വചനം കൃത്യമായിട്ട് അറിയാം. ഞാൻ സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം കർത്താവ് ഭരമേൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ബിഗ് ബോസിലായിരുന്നപ്പോഴും ചെയ്യുമായിരുന്നു. ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയം നുറുങ്ങിയവനെ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവന് അവൻ കൈവിടുകയില്ല. ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം. പിന്നെ നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കും, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിൽ തകർക്കുകയും ഇരുമ്പോടാരുകൾ ഒടിച്ചു കളയുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് വളരെയധികം ശക്തി തരുന്ന വചനങ്ങളാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുമ്പോൾ, നെഗറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ ചൊല്ലാറുണ്ട്. അതും ഞാൻ ഒരു 10 തവണയെങ്കിലും, ഒരു വചനം 10 തവണയെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ശക്തി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിലൂടെ എനിക്ക് പ്രാർത്ഥന കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു. കാരണം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന കൊണ്ട് കോൺഫിഡൻ്റ് ആവും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന എപ്പോഴും പെട്ടെന്ന് തന്നെ ദൈവം അതിലൊരു റിസൾട്ട് തരാറുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങും. രാവിലെ എനിക്ക് ദൈവത്തെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം നന്നാവും, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത വഴി ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ലൈഫിലൂടെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുണ്ട്. ഇനി ഒത്തിരി പറയാനുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്നോ നിർത്തണമെന്നോ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പറയാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ 2 വർഷമായിട്ട് പറയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കാര്യം, ബ്രദറിന് എൻ്റെ ഇടയിലൊരു ചെറിയ ഷോൾഡർ പെയിനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിക്കുന്ന കാരണമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം, ഇത്ര നന്ദി. പ്രൈസ് ലോർഡ്. ഈ ധന്യമേരി വർഗീസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സിനിമകളിലൂടെയും സീരിയലിലൂടെയൊക്കെ അറിയുന്ന വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു. ഈ കാര്യം ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗമായിരുന്നു. ഈ സഹോദരൻ്റെ വിവാഹം 2 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. അത് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നിട്ടും നടക്കാവുന്ന കാര്യമായിരുന്നു. ആരോ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു, പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടോ, വചന വായനയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത്രയും വചനങ്ങൾ പറഞ്ഞു. അപ്പോൾ വചനം ഉള്ളിലുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞു, ഞാൻ കാണുന്നവരോടൊക്കെ എൻ്റെ കിട്ടിയ അനുഭവങ്ങൾക്ക് ഞാൻ പറയാറുണ്ട്. പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ദൈവം നമുക്ക് തരുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണോ അതിൽ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് പറയാറുണ്ട്. ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണ്, പ്രൊഫഷൻ. അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കാൻ നോക്കാറുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ വിശ്വാസത്തിൽ എനിക്ക് ജീവിക്കുമ്പോൾ എന്നോട് ചോദിക്കാൻ എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു. ഒത്തിരി എൻ്റെ ഫാമിലി ലൈഫിൽ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞു, ഫാമിലിയിൽ ഉണ്ടായ ഒരു ബിസിനസ് തകർച്ച വഴി ഉണ്ടായ കേസും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതിൽ വരുന്ന പഴികൾ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള എന്താ പറയുക, പലരും സൂയിസൈഡ് ചെയ്യും. ആ സമയത്ത് ദൈവം എന്നെ അവിടെ ഒന്നും അങ്ങനെ ചിന്തിപ്പിക്കാതെ ജീവിക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്നതായാലും എന്നെക്കൊണ്ട് ദൈവം സാക്ഷ്യം പറയിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ആ ഒരു ദൈവവിശ്വാസത്തിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ജീവിക്കാനുള്ള ധൈര്യം, ഒന്ന് എനിക്ക് കിട്ടിയ ജീവിക്കാനുള്ള ധൈര്യം. പിന്നെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിക്കുന്നത്. ദൈവം തന്ന ജീവിതം ഒരിക്കലും മറ്റു സമൂഹം പറഞ്ഞ് കേട്ടിട്ട് നമ്മളത് തകർക്കാനുള്ളതല്ല. അപ്പം നമ്മൾ
നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ ദൈവം അത് അനുഗ്രഹം തരും. എല്ലാ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളും നല്ല രീതിയിൽ വളരും. അതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, രാത്രി 2 മണി വരെ ഷൂട്ടുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അല്ലേ? അതെ, ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യേണ്ട ഒരു സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഉറപ്പില്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ വെച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നു. എന്നാലും ഒരു പ്രശ്നങ്ങളില്ലാത്ത ഏത് സമയത്തും കിടന്നുറങ്ങാനോ എഴുന്നേൽക്കാനോ ഒക്കെ സൗകര്യമുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ആ 5:30-6 മണി എന്നുള്ള സമയം തെറ്റിക്കാറുണ്ട്. പക്ഷേ പറയായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും താമസിച്ച് ലേറ്റായിട്ട് കിടന്നാലും അത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. അതുപോലെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഓർമ്മ തന്നെ, ഞാൻ ലേക്ക് ഷോറിൽ മമ്മീനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ തിരിയെല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ പക്ഷേ ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഞാൻ കത്തിക്കുമെന്ന് അറിയില്ല, ആരോട് ചോദിക്കുന്ന അറിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി 5:30 അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിട്ട് സെക്യൂരിറ്റി അടുത്ത് പോയി ചോദിച്ചിട്ടാണ് ആ മനുഷ്യനാണ് എനിക്ക് ലൈറ്റർ തന്നു. അതും കൊണ്ടുപോയി ഞാൻ കത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടു കൊടുത്തു. അപ്പോൾ അങ്ങനെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ഞാനിത് മുടക്കാതെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതിലൊരു സന്തോഷവുമുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ദൈവം തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, വിശ്വാസത്തിലധികമായിട്ട് വിശ്വസ്തതയാണ് ഉടമ്പടിയോട് കാണിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരൻ നൽകിയത്. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ ദാസ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 23 വയസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 നവംബർ 3 അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ട് എത്തിക്കുന്നതാണ് കൃപാസനത്തിൽ. കാരണം വെച്ചാൽ അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഈശോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത്. അപ്പോൾ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല. ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്ന് തോന്നണത്. പക്ഷെ ഞാനിവിടെ അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഞാൻ ആ മൂലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല, കുത്തഴിഞ്ഞൊരു ജീവിതമാണ്. അപ്പോൾ മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ വിങ്ങി പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്ത് പറ്റി, ഇവനെന്ത് പറ്റി? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊട്ടി കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഞാൻ ആരെയും നോക്കണമൊന്നുമില്ല. ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന് എങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, ഈ ചുറ്റുവട്ടം, ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്, മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വരുന്നവർ ബ്രോക്കണായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രോക്കണായിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു നിലവറയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഞങ്ങളന്ന് 6 നിയോഗങ്ങളാണ് വെച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ നടന്നു. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡായിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ബാംഗ്ലൂരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. 15 വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു.
അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ 15 വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം, എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ഭവനം, ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിങ്ങളൊരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈശോയ്ക്ക് തോന്നും, ഇവന് ഞാനൊരു കാര്യം കൊടുത്താൽ അവനത് വലിയതായിട്ട് തന്നെ, അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ്, അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതിയല്ല, ഉയർന്ന ചിന്താഗതിയാണ്. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കണം, നമുക്ക് ഈശോ തരും. അപ്പം ഞാൻ ആഗ്രഹിച്ച 4 മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ. ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു. ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്ന്, ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്ന് അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷെ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തത് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടണത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പോൾ നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത്, ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ്. പക്ഷേ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്നാ മനസ്സിലാക്കണത്. അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു. അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 അത്ഭുതം. പിന്നെ 3ാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി. ഞാനപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം, അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിങ്ങളിത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേനും എനിക്ക് പുറത്തു പോകാനൊരു അവസരം കിട്ടി. അതിലൊക്കെ ഒത്തിരി ഞാൻ IELTS പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലിടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ ബനിയത്തിൽ കുത്തിവെച്ച് ഷട്ടൈൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയും, മാതാവ് ഇതേ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോവും. അപ്പോൾ ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപം എടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്, എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപമായിട്ട് പോയാൽ അത് നടക്കും. പിന്നെയുള്ള ഒരു കാര്യം, എൻ്റെ ചേച്ചി പാരീസിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല, ജോലി വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക്. അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പോഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ്
മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം, അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തിയുണ്ട്. അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ, മകനെ ഇവർക്ക് വീഞ്ഞില്ല, ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത്. അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ ജീവിതത്തിലുണ്ടായ വേറൊരു കാര്യമാണ്, എൻ്റെ ഒരു കസിൻ ചേച്ചി, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചേച്ചി, ഷിലു എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല, ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് 3 മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കണതാണ്, സന്തോഷത്തിൽ. അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനം കേട്ടോ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ് അലന്താസ്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്നൊരു സ്വരമാണ്, അലന്താസെ, എൻ്റെ പേര് അലന്താസ് എന്നാണ്. അലന്താസെ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും. അപ്പം ഞാൻ ഓർക്കും, ദൈവത്തിന് നന്ദി, ദൈവം ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. പലപ്പോഴും എനിക്ക് കുളിര് കയറും. ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേല് മൊത്തം തണുപ്പും ചൂടും ഒക്കെ വന്ന് കുളിരെടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി മാതാവിനെ തൊട്ടതാണ്. അത് ഞാൻ എന്നിവിടെ വന്നാലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും. മാതാവ് അപ്പോൾ പറയും, അതെ അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും. അത് എനിക്ക് ഉറപ്പാണ്. പിന്നെയുള്ള കാര്യം, ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈശോയിലൂടെ തന്നു. ആ മാതാവിന്, അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാരനൊരായിരം നന്ദി പറയാം. അലൻദാസ് പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ഒന്നാമത് അലൻ പറയുന്ന, അലവന് 23 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അലൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് ഈ അത്ഭുതങ്ങളിലും കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യുവജനങ്ങളിൽ പലർക്കും ആ ഒരു ബോധം പോലും ഇല്ല പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കണില്ല. കാരണം അവർ ജനിച്ച് വളർന്ന് വന്നതിൽ അത്രയും കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷേ അലന്ദാസ് ഇവിടെ പറയണത്, ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാനിവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടിട്ട് കുളിർന്ന് കയറി. എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ദേവാലയത്തിലിരുന്ന് ഒത്തിരി പേര് കരയണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കരയണ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഒത്തിരി കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ പോലും ചോദിച്ചു, ഇതെന്താ ഇവനിങ്ങനെ ഇരുന്ന് കരയണേന്ന്. പക്ഷേ പറയുകയാണ്, അന്ന് അമ്മ മാതാവ് തൊട്ടതാണ് അലനെ. എന്നിട്ട് പറയുകയാണ്, അലൻ പറഞ്ഞ വചനം അതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ അലൻ അന്ന് വിശ്വസിക്കുകയാണ്. അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് അമ്മ മാതാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇനി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുകയാണ് 14 വർഷമായിട്ടാണ് ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അതവർ 4 മുറിയാണ് ആഗ്രഹിച്ചത്. ഇവരുടെ കയ്യിൽ ക്യാപിറ്റലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ കണ്ണീരോടുകൂടി അമ്മയോട് ഇവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പറയുകയാണ്, 5 മുറിയുള്ള 3 നില വീട് നൽകി ഞങ്ങൾക്ക് സ്വപ്നതുല്യമായൊരു ഭവനം നൽകി പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു. ഇനി അതോടൊപ്പം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന സ്ഥലം വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊത്തിരി പേര് തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഉടമ്പടി കാശ് രൂപം കയ്യിലേന്തി പോയതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം അളക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പോലും ഇല്ല. അമ്മമാതാവ് എല്ലാവരും എടുത്ത് മാറ്റി. എന്നിട്ട് ആ സ്ഥലം അവിടെ വിൽക്കുവാനും ഭവനത്തിൻ്റെ പണിക്ക് അത് സഹായിക്കുകയും ചെയ്തു. പിന്നെ അലനുണ്ടായിരുന്ന സ്കിൻ ഡിസീസസ് അമ്മയോട് ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അമ്മയൊന്ന് ഇടപെടണേന്ന്. അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ള സൗഖ്യം നൽകി. പിന്നെ പറയുകയാണ്, അലനെ ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായിട്ട് പോകാനുള്ള അവസരം പരിസ്ഥിതി മാതാവ് കൊടുത്തു. സഹോദരി പാരീസിലായിരുന്നു. അവളുടെ ജോലി അവിടെ കൃത്യതയോടെ ആക്കുകയും മനസ്സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സന്തോഷം കൊടുത്ത് പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഒരു കസിൻ്റെ വിവാഹം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയോട് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അതും ആ വിവാഹവും പൂർണ്ണമായിട്ടും നടന്നു.
അപ്പോൾ പിന്നെ പറയുകയാണ്, അമ്മ എപ്പോഴും ദേവാലയത്തിൽ പോയി ഒരു ഭവനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് അമ്മ മാതാവ് ദൈവപിതാവിനോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച അങ്ങനെയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിന് മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന. ഈശോയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുവാനും കർത്താവിൻ്റെ കൃപ ഉൾക്കൊള്ളാനും കർത്താവിനെ സ്നേഹിക്കുവാനും അമ്മമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഉടമ്പടി പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നു. അലൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അലനൊരു യുവാവ് കൂടെയാണ്. അപ്പോൾ അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒത്തിരി യുവാക്കൾ അലൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഇവിടെ കൃപാസനത്തിൽ എത്തുവാനും അമ്മമാതാവിനെ അറിയുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. യേശുവേ ആരാധന.